സത്യമാണ്, അധ്വാനത്തിൻ്റെ മഹാത്മ്യത്തെ ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും മഹത്വമുള്ള വ്യക്തിയാണ് നീതിമാനായ വിശുദ്ധ ഔസേപ്പിതാവ്. വിശുദ്ധ ബൈബിളിൽ നിശബ്ദ കഥാപാത്രമായി കണക്കാക്കപ്പെടുന്ന ഈ വന്ധ്യപിതാവ് സത്യത്തിൽ നന്മയുടെയും ക്ഷമയുടെയും അധ്വാനത്തിൻ്റെയും ഒപ്പം സഹനശക്തിയുടെയും പ്രതീകമാണ്. ഭൂമിയിൽ അപ്പൻ എന്ന നിലയിൽ നാം എപ്രകാരം ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന നന്മയുടെ ഒരു പാഠപുസ്തകം കൂടിയാണ് ഈ വത്സല പിതാവ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ മുമ്പിൽ ശിരസ് നമിച്ച് നിൽക്കുവാൻ ഈ പിതാവിന് സാധ്യമായി. ദൈവഹിതം നിറവേറ്റുന്നതിൽ പരിപൂർണമായി വിജയിച്ച ഒരു വ്യക്തി കൂടിയാണ് വിശുദ്ധ ഔസേപ്പിതാവ്. മെയ് 1-ാം തീയതി ലോകം മുഴുവനും തൊഴിലാളി ദിനമായി ആഘോഷിക്കുമ്പോൾ നാം ഏറ്റവും അധികമായി അനുസ്മരിക്കുന്ന വ്യക്തി തൊഴിലിൽ അഭിമാനം കണ്ടെത്തിയ ഔസേപ്പിതാവിനെയാണ്. യേശുവിനെക്കുറിച്ച് അവർ കുറ്റം പോലെ അല്ലെങ്കിൽ പരിഹാസം പോലെ പറഞ്ഞ വാക്ക് ഇവൻ തച്ചൻ്റെ മകനല്ലേ എന്നാണ്. സത്യത്തിൽ ക്രിസ്തു അതിനോട് അഭിമാനപൂർവ്വമാണ് പ്രതികരിക്കുക. തച്ചൻ്റെ മകനായി പോയത് ഒരു കുറവല്ല, അതൊരു വീണ്ടെടുപ്പാണ്. അപ്പൻ്റെ ജോലി നന്നായി ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ക്രിസ്തു. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ എല്ലാ തൊഴിലും ദൈവത്തിൻ്റെ മഹത്വത്തെ ബലപ്പെടുത്തുന്ന കൃപയാണ് എന്ന് ഭൂമിയെ പഠിപ്പിച്ചു. ഒപ്പം എല്ലാ തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ടെന്നും ലോകത്തെ ഓർമ്മപ്പെടുത്തി. ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ അധ്വാന മേഖലകളെ ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കാം. നീതി നിറഞ്ഞ സ്നേഹത്തോടെ, നന്മ നിറഞ്ഞ മനസ്സോടെ, ദൈവതിരിഹിതത്തോട് ചേർന്ന് നമ്മുടെ അധ്വാന മേഖലകളെ കുറച്ചുകൂടി ആദരവോടെ കാണാൻ ഈ വിശുദ്ധൻ്റെ മഹനീയ മാധ്യസ്ഥം നമുക്ക് സഹായമാകട്ടെ.